സമീപകാലത്ത് ഇറാൻ പുറത്തുവിട്ട ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. ഇസ്രയേൽ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചിത്രീകരിക്കുന്ന ഈ വീഡിയോ സൈബർ യുദ്ധത്തിന്റെയും ആണവ ഭീഷണികളുടെയും സങ്കീർണമായ ഒരു ചിത്രമാണ് വരച്ചു കാട്ടുന്നത്. ഈ സംഭവം മേഖലയിലെ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തണുത്ത യുദ്ധം പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇസ്രയേലിന്റെ സൈബർ തന്ത്രങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ ഈ AI വീഡിയോ പുറത്തുവിട്ടതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇസ്രയേൽ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾ നടത്തുന്നു എന്ന ആരോപണങ്ങൾ നിലവിലുണ്ട്. ജൂൺ 23-ന് ഇറാനിലെ എവിൻ ജയിലിൽ ഇസ്രയേൽ സൈന്യം ബോംബാക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വ്യാജ പോസ്റ്റുകൾ പേർഷ്യൻ ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ജയിലിന്റെ പ്രവേശന കവാടത്തിൽ സ്ഫോടനം നടന്നുവെന്ന അവകാശപ്പെടുന്ന AI നിർമ്മിത വീഡിയോകളും ഇതോടൊപ്പം പ്രചരിക്കപ്പെട്ടു. ഈ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സൈയോപ്സ് ടെഹ്റാൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ഒരു ഡിജിറ്റൽ യുദ്ധത്തിന്റെ ഭാഗമാണെന്നും ഇറാൻ ആരോപിക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ ഈ തന്ത്രങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇറാന്റെ AI വീഡിയോ നൽകിയത്. ഇസ്രയേലിൽ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭീകരമായ പ്രത്യാഘാതങ്ങൾ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇസ്രയേലിന്റെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇറാൻ ഈ വീഡിയോ പുറത്തുവിട്ടത്. ഈ വീഡിയോ ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പായിട്ടാണ് പലരും കാണുന്നത്. കൂടുതൽ കളിച്ചാൽ ആണവായുധം പ്രയോഗിച്ചേക്കാമെന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഉപദേഷ്ടാവായ മെഹ്ദി മൊഹമ്മദിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നത്. എന്നാൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം അത് പിൻവലിച്ചു. എന്നിരുന്നാലും ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമ സ്ഥാപനം ഈ വീഡിയോ വീണ്ടും പങ്കുവച്ചതോടെ അത് വ്യാപകമായി പ്രചരിച്ചു. വീഡിയോ പങ്കുവച്ചതിനെ കുറിച്ച് മെഹ്ദി മൊഹമ്മദി പിന്നീട് വിശദീകരണം നൽകി. തന്റെ പേജിന്റെ അഡ്മിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും ഉടൻ തന്നെ അത് ഡിലീറ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. താൻ വ്യക്തിപരമായി ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിന് എതിരാണെന്നും അത് ഇറാന്റെ പ്രതിരോധമാകുമെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധങ്ങളുടെ സൈനിക ഉപയോഗം മിക്ക രാജ്യങ്ങളും കരുതുന്നതിലും പരിമിതമാണെന്നും യുക്രൈൻ റഷ്യയുമായി പിടിച്ചു നിൽക്കുന്നത് ആണവായുധമുള്ളതുകൊണ്ടല്ലെന്നും മെഹ്ദി ചൂണ്ടിക്കാട്ടി. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയെ പൂർണ്ണമായും നിർണ്ണയിക്കുന്നില്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുമ്പോൾ തന്നെ ഈ വീഡിയോ ഇസ്രയേലിനെതിരെ ഒരു സൈബർ യുദ്ധത്തിന്റെ ഭാഗമായി വന്നതാണെന്ന സൂചനകളും അദ്ദേഹം നൽകുന്നുണ്ട്. സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് അഥവാ സൈയോപ്സ് എന്നത് യുദ്ധക്കളത്തിൽ വിവരങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ മനോവീര്യം തകർക്കാനും സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനും ശ്രമിക്കുന്ന ഒരു തന്ത്രമാണ്. ഇത് പുതിയൊരു ആശയമല്ല, യുദ്ധങ്ങളോളം തന്നെ പഴക്കമുള്ള ഒന്നാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ സൈയോപ്സിന് പുതിയ മുഖം കൈവന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയും AI പോലുള്ള സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇസ്രയേൽ ഇറാനെതിരെ നടത്തുന്ന ഡിജിറ്റൽ യുദ്ധം ഇറാൻ സർക്കാരിലുള്ള വിശ്വാസം ഇല്ലാതാക്കാനും പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. എന്നാൽ ഇറാന്റെ AI വീഡിയോ ഇസ്രയേലിന് സ്വന്തം തന്ത്രങ്ങൾ തന്നെ തിരിച്ചടിയാകുമെന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇറാൻ ഒരു വീഡിയോ മാത്രമേ പുറത്തുവിട്ടുള്ളൂ എങ്കിലും അത് ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ പര്യാപ്തമായിരുന്നു. ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രയേലിനെ വീണ്ടും വിടാതെ പിടികൂടിയിരിക്കുകയാണ്. ഇറാൻ ഒരു ആണവായുധ ശക്തിയാണോ എന്നത് എന്നും ഒരു തർക്ക വിഷയമാണ്. ഇറാൻ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണ് ആണവ ഊർജം ഉപയോഗിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലും ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ മേഖലയിൽ വലിയ പിരിമുറുക്കങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ മാസം ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്രയേൽ ഇറാനെതിരായ ആക്രമണങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇത്. ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ മിസൈലുകൾ വർഷിച്ചുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ഇറാൻ മറുപടി നൽകിയത്. ഈ സംഭവങ്ങൾ മേഖലയിലെ സംഘർഷങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം പലപ്പോഴും ഒരു നിഴൽയുദ്ധമായാണ് അവശേഷിക്കപ്പെടുന്നത്. നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പകരം സൈബർ ആക്രമണങ്ങൾ, രഹസ്യ ഓപ്പറേഷനുകൾ, പ്രോക്സി ഗ്രൂപ്പുകളിലൂടെയുള്ള ഏറ്റുമുട്ടലുകൾ എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്നത്. ഈ AI വീഡിയോ ഈ നിഴൽ യുദ്ധത്തിന്റെ ഒരു പുതിയ അധ്യായവുമാണ്. ഇറാന്റെ AI വീഡിയോ ഇസ്രയേലിന് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കകളാണ് ഉയർത്തിയിരിക്കുന്നത്. ആണവായുധ ഭീഷണി എപ്പോഴും
ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയാണ്. ഇറാന്റെ ഈ നീക്കം മേഖലയിൽ ഒരു ആണവ മത്സരത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. ആണവായുധങ്ങൾ ഒരു രാജ്യത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെങ്കിലും അത് ഉപയോഗിക്കാനുള്ള സാധ്യതയും അതിന്റെ പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. ഒരു ആണവ യുദ്ധം ലോകത്തിന് മുഴുവൻ വലിയ ദുരന്തങ്ങൾ വരുത്തിവെക്കും. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയൊരു ഉത്തരവാദിത്വവുമുണ്ട്. മേഖലയിലെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും ആണവ നിരായുധീകരണം പ്രോത്സാഹിപ്പിക്കാനും സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സൈബർ യുദ്ധങ്ങളും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങളും തടയുന്നതിനുള്ള സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്രയേൽ ഇറാൻ സംഘർഷം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ല. ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനികവും സൈബർപരവുമായ കഴിവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. AI സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ യുദ്ധത്തിന് പുതിയൊരു തലം നൽകിയിരിക്കുന്നു. വ്യാജ വിവരങ്ങളും AI നിർമ്മിത വീഡിയോകളും ഉപയോഗിച്ച് ജനങ്ങളെയും ലോകത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഈ AI വീഡിയോയെ എങ്ങനെ നേരിടുമെന്നതാണ് ഇനി ശ്രദ്ധേയമായ കാര്യം. ഒരു സൈനിക നീക്കം നടത്തുമോ അതോ സൈബർ ആക്രമണങ്ങൾ തുടരുമോ എന്ന് കണ്ടറിയണം. ഇറാന്റെ ഈ നീക്കം ഇസ്രയേലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കുമോ എന്ന ഭയം ഇസ്രയേലിനും വീണ്ടും പിടികൂടിയിരിക്കുകയാണ്. മെഹ്ദി മൊഹമ്മദി തന്റെ വ്യക്തിപരമായ നിലപാട് വ്യക്തമാക്കിയെങ്കിലും ഇറാന്റെ പരമോന്നത നേതാക്കളുടെ അനുമതിയില്ലാതെ ഇത്തരമൊരു വീഡിയോ പുറത്തുവിടുമെന്ന് കരുതാൻ പ്രയാസമാണ്. ഒരുപക്ഷെ തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരിക്കാം ഇത്. എന്തായാലും ഈ സംഭവം ആഗോള രാഷ്ട്രീയം എത്രത്തോളം സങ്കീർണവും അപ്രതീക്ഷിതവുമാണെന്നത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ വളർച്ച യുദ്ധങ്ങളുടെ സ്വഭാവത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ AI വീഡിയോ. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമോ എന്നത് ഉറ്റുനോക്കുകയാണ് ലോകം.